ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പാസ്റ്റർ ചാണ്ടുപിള്ള ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ എന്ന് പറയുന്ന പാസ്റ്റർ. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ വചനവിരുദ്ധങ്ങൾ, അതായത് ഏകദൈവം ത്രിയേക ദൈവമാണെന്ന് അദ്ദേഹം പറയുകയും ദൈവങ്ങളാണെന്ന് പറയുകയും ചെയ്ത ഒരു വീഡിയോ ആണ്. ആ വീഡിയോയിലേക്ക് നമുക്ക് പോയിട്ട് അതിന്റെ മറുപടിയിലേക്ക് ഞാൻ പിന്നീട് മടങ്ങി വരാം. അവിടെ എന്താ പറയുന്നത്? ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല, ഞാനല്ലാതെ ഒരു ദൈവവും. വേദപഠിതാക്കൾ പറയുന്നു അവിടെ ദൈവം എന്നുള്ളത് എലോഹിം. അതാണല്ലോ എബ്രായ വാക്ക്, അതാണല്ലോ എലോഹിം. അതിന് ദൈവങ്ങൾ സൃഷ്ടിച്ചു എന്നൊരു വ്യാഖ്യാനം ചിലർ കൊടുക്കാറുണ്ട്. കേട്ടിട്ടുണ്ടോ? പക്ഷെ ആദിയിൽ ദൈവങ്ങൾ ഉണ്ടോ? കേട്ടിട്ടുണ്ടോ? ആകാശവും. പക്ഷെ അവിടെ എന്താ പറയുന്നത്? ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല, ഞാനല്ലാതെ ഒരു ദൈവവും. ഏകത്വത്തിൽ എന്തുണ്ട്? ബഹുത്വമുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ഈ ഏകത്വത്തിൽ ബഹുത്വം ഉണ്ടെന്നുള്ളത് ദൈവത്തെ സംബന്ധിച്ച് എബ്രായ ഭാഷയിലുള്ള ഒരു പദം വെളിപ്പെടുത്തുന്നുണ്ട്. ഒന്നുകൂടെ വാചകം ഞാൻ പറയാം. ഏകത്വത്തിൽ, ദൈവമേകൻ, ആ ഏകത്വത്തിൽ ബഹുത്വമുണ്ടെന്ന് ദൈവത്തെ കുറിച്ച് എബ്രായ ഭാഷയിൽ കൊടുത്തിരിക്കുന്ന ഒരു വാക്ക് അത് വെളിപ്പെടുത്തുന്നുണ്ട്. അതിന് എനിക്ക് എബ്രായ ഭാഷ അറിയാം. പിന്നെ താനെങ്ങനെ ഇത് പറയുന്നത്? വിവരമുള്ളവര് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതിന്ന് നമ്മളൊക്കെ അങ്ങനെയല്ലേ വായിച്ചും പഠിച്ചും ഒക്കെ പറയുന്നത്, അല്ലാതെ മേളിൽ നൂലെ കെട്ടി ഇങ്ങോട്ട് തരുന്നതല്ലല്ലോ. അങ്ങനെ കൊണ്ടുവരുന്ന ചില പാർട്ടികളുണ്ട്. ഞാൻ ഇവിടെ വന്നപ്പം ദൈവം എനിക്ക് അത് കേൾക്കുമ്പോൾ ജനത്തിനെല്ലാം അറിയാം, ദൈവം കൊടുത്തതാണെന്ന് അറിയാം. മനസ്സിലായില്ല? ഇതല്ല, ഇതൊക്കെ വായിച്ചും പഠിച്ചും ഒക്കെയാ വരുന്നത്. അപ്പോൾ ആ പദം എന്താന്ന് പറയാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാം പലർക്കും. എലോഹിം എന്നാണ്. എലോഹിം ബഹുത്വമാണ്. ഇനി അതൊരു ഉദാഹരണം ഞാൻ പറയാം. ഇനി ഞാൻ ഇത് പറഞ്ഞതിന് ശേഷം, ഞാൻ വലിയ വിവരമുള്ള ആളല്ല, വിവരമുള്ള ആളുകളെ കാണുമ്പോൾ ആ പുള്ളി ഇങ്ങനെ ഞങ്ങളെ പഠിപ്പിച്ചേച്ചു പോയി, എന്നെ അഭിപ്രായം നിങ്ങളുടെ തോളെ തല്ലിയിട്ട് പറയും ആ പുള്ളി 100% ശരിയാണ് പഠിപ്പിച്ചെന്ന് പറയും. കാര്യം അങ്ങനെയാണല്ലോ ഇത് പഠിക്കുന്നത്. ആവർത്തന പുസ്തകം നമ്മൾ എഴുതിയതാണ്, പിന്നെ അത് എഴുതി പേന കളയണ്ട. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാം വാക്യം നമ്മൾ ചിന്തിച്ചു. എന്തായിരുന്നു ആവർത്തന പുസ്തകം 6:4 കണ്ടത്? ഇസ്രായേലേ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. കേൾക്കണം, യഹോവ ഏകൻ തന്നെ എന്നുള്ളിടത്ത്, യഹോവ ഏകൻ തന്നെ എന്നുള്ളിടത്ത് എലോഹിം എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതെന്താണ്? എന്താണ് അതിന്റെ കാരണം? ആ എലോഹിം എന്ന പദത്തിൽ നിന്ന് വ്യക്തമായിരിക്കുന്ന ആശയം ബഹുത്വങ്ങളുടെ ഏകത്വം എന്നാണ്. മനസ്സിലാകുന്നുണ്ടോ? എലോഹിം എന്ന എബ്രായ പദത്തെ പലയിടങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ളതിൽ അനേക സ്ഥലങ്ങളിലും അതിന്റെ ആശയം ബഹുത്വങ്ങളുടെ ഏകത്വം എന്നാണ്. ബഹുത്വങ്ങളുടെ ഏകത്വം. അപ്പോൾ എലോഹിം എന്ന പദം കൊണ്ട് തന്നെ ഒരു കാര്യം നമുക്കറിയാം, ഏകത്വത്തിൽ എന്തുണ്ട്? ബഹുത്വമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഞാൻ അതിന് മറ്റൊരു ഉദാഹരണം, അത് വേറൊരിടത്ത് എഴുതിയിട്ടുണ്ട്. എന്നാൽ തന്നെ ഇപ്പൊ തന്നെ ഞാൻ ആ വാക്യം പറയാം, പിന്നെയും ചിലപ്പോൾ ഒന്ന് ആവർത്തിക്കും ആ ഭാഗത്തേക്ക് വരുമ്പോൾ. ഉൽപ്പത്തി വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലോ. ഈ തൃത്വക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കെന്നും ദൈവങ്ങളാണ്. 3 ദൈവങ്ങൾ അവർക്കുണ്ട്. 3 വ്യക്തികൾ എന്നവർ പറയുന്നുവെങ്കിലും ദൈവങ്ങൾ എന്ന് പറയുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യപരമായ കാര്യം. അപ്പോൾ അദ്ദേഹം ആ പ്രസംഗത്തിൽ അദ്ദേഹം ദൈവങ്ങൾ എന്ന് പറഞ്ഞിട്ട് അത് ശരിയായ ഒരു കാര്യമല്ല എന്ന് അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്. എങ്കിലും സത്യം അതാണ്. കാരണം തൃത്വക്കാർക്ക് 3 ദൈവം ഉണ്ട് എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. ഇത് മറിഞ്ഞു കിടക്കുന്ന സത്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് മറിഞ്ഞു കിടക്കുന്ന ഒരു സത്യം തന്നെയാണ്. തൃത്വത്തിനകത്ത് 3 ദൈവങ്ങൾ, പേരില്ലാത്ത ദൈവമാണ് ഒന്നാമത്തെ കാര്യം അവരുടെ ദൈവം എന്ന് പറയുന്നത്. അപ്പൊ അവര് അതിനകത്ത് ഒരു കാര്യം അദ്ദേഹം പറയുന്നു, അദ്ദേഹം ബഹുദൈവ വിശ്വാസി അല്ലെന്ന് അദ്ദേഹം പറയുന്നു.
കുറെ അധികം ഏകദൈവത്തിന്റെ വീഡിയോ നമ്മൾ കണ്ട പോലെ ഏകദൈവത്തിന്റെ കുറെ വാക്യങ്ങൾ എടുത്തു വെച്ചിട്ട് അദ്ദേഹം അതിനകത്ത് ബഹുത്വം ഉണ്ടെന്ന് സ്ഥാപിച്ചു, അല്ലെ? ബഹുത്വം ഉണ്ടെന്ന് സ്ഥാപിച്ചു. അറിയാവുന്നവരാരോ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തതാണെന്ന് അദ്ദേഹം പറയുന്നു. വെളിപ്പാട് ഉണ്ടാകുന്നത്, അപ്പൊ വെളിപ്പാട് ആർക്കും ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്ന് പറയുന്നത്. ഓരോരുത്തർ എഴുതി വെച്ചിരിക്കുന്ന വായിച്ച് പഠിക്കുന്നത് മാത്രമാണ് ശരിയെന്നുള്ള കാര്യമാണ് അതാണ് അദ്ദേഹം വിചാരിച്ചു വെച്ചിരിക്കുന്നത്, അല്ലെ? അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ പ്രധാനമായിട്ടും എലോഹിം എന്ന വാക്ക് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ ഏലോഹിമിന് ബഹുത്വം ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. പല ആളുകളും രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ് ഈ ഏലോഹിമിന് ബഹുത്വം ഉണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം കണ്ടുപിടിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യഹോവ സാക്ഷി, യേശു നാമക്കാർ, ഇവരെയാണ് അദ്ദേഹം പറയുന്നത്. പ്രധാനമായിട്ടും അവരാണ് ഏകത്വത്തെ കുറിച്ച് പറയുന്ന അവരാണ്. അവർക്ക് എന്തില്ല, യേശു മാത്രമേ ഉള്ളൂ, യേശു നാമക്കാർക്കും റസൽ മതക്കാർക്ക് യഹോവ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് തുടങ്ങുന്നത്. അത് തൃത്തക്കാരുടെ ഒരു നമ്പറാണ്. കാരണം അവർക്ക് 3 ദൈവമാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ വേണ്ടി അവരുണ്ടാക്കുന്ന ഒരു നമ്പർ മാത്രമാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്, അല്ലെ? നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്ന ഏലോഹിനെ കുറിച്ചാണ്. ഏലോഹിം ഒരു ബഹുത്വമാണോ, അല്ലെ? അപ്പൊ നമ്മള് എബ്രായ ബൈബിളിൽ നമ്മൾ നോക്കുമ്പോ എലോഹിം ബാര ബർസിറ്റ് എന്ന വാക്കാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന വാക്യം. അവിടെ എഴുതിയിരിക്കുന്ന ഗോഡ് ക്രിയേറ്റഡ്, അതിന്റെ ഇംഗ്ലീഷ് ഫോമിലേക്ക് വരുമ്പോ ഗോഡ് ക്രിയേറ്റഡ് ഇൻ ദ ബിഗിനിങ് ആൻഡ് ദ earth and the heavens and darkness and a void formless was of God, and the spirit of the deep, the face over of the waters, the face over was hovering. അപ്പൊ എലോഹിം എന്ന് പറയുന്ന വാക്ക് ദൈവങ്ങളെ ഉദ്ദേശിച്ചാണെങ്കിൽ അവിടെ പറഞ്ഞ ഗോഡസ്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, മലയാളത്തിലും ഇംഗ്ലീഷിലും ഏകൻ എന്ന് പറഞ്ഞിട്ടും എബ്രായ ഭാഷയുടെ മറവ് പിടിക്കുക. കാരണം എബ്രായ ഭാഷ എല്ലാവർക്കും അറിയത്തില്ല. അതുകൊണ്ട് ആ ഒരു ഭാഷ വെച്ചുകൊണ്ടാണ് ഇവർക്ക് പറയാൻ കഴിയത്തുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എബ്രായ പഠിച്ചതാണ് അല്ലെങ്കിൽ ഗ്രീക്ക് പഠിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആളുകളെ പറ്റിക്കുന്നത്. കാരണം വളരെ പോഷ്കും വഞ്ചനകരവുമായ ഒരു കാര്യമാണ് ഈ തൃത്വം എന്ന് പറയുന്ന സംഗതി എന്ന് പറയുന്നത്. 3 ദൈവങ്ങളുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ അതിനകത്ത് പറഞ്ഞ് ദൈവങ്ങളാണ് സൃഷ്ടിച്ചത്, അല്ലെ? തൃത്വക്കാർക്ക് 3 ദൈവമുണ്ടെന്ന് അവർ കാലാകാലങ്ങളായി അവർ സംബന്ധിച്ചു വരുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞ വേറൊരു മണ്ഡലം എന്ന് പറയുന്നത്, അദ്ദേഹം ബഹുദൈവ വിശ്വാസിയല്ല. അദ്ദേഹം പുണ്യവാളനെ ആരാധിച്ചു, അല്ലെ എടത്തുവായിലൊക്കെ പോയി ആരാധിച്ച കാര്യമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പൊ എടത്തുവായി പോയി ആരാധിച്ചപ്പോൾ അവിടെ പോയി മധ്യസ്ഥത വെക്കുന്നവരെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണ് അത് ബഹുദൈവ ആരാധനയാണ്. അത് അവര് കേൾക്കണ്ട, കത്തോലിക്കരോ ഓർത്തഡോക്സുകാരോ ഒന്നും കേൾക്കണ്ട. അവരുടെ ബഹുദൈവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എടത്തുവായിലെ പുണ്യവാളിനൊരു ദൈവമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാരും കേൾക്കണ്ട. അവര് മധ്യസ്ഥതയാണ് അവർക്ക് ഒരു ഇടനിലക്കാരന്റെ ആവശ്യമുള്ളത് കൊണ്ട് അവർ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി അവർക്ക് ഒരു ഇടനിലക്കാരനെ വേണം, അല്ലെങ്കിൽ ഒരു മധ്യസ്ഥത വെക്കണമെന്ന് അവർക്ക് നിർബന്ധമുള്ള അവരുടെ വിശ്വാസം. അപ്പോ അത് വേറൊരു കാര്യമാണ്. മധ്യസ്ഥത പിന്നീട് ഞാൻ സംസാരിക്കുന്നതാണ്. മധ്യസ്ഥത എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച് പിന്നീട് ഞാൻ സംസാരിക്കുന്നതാണ്. അപ്പം അദ്ദേഹം പറയുന്ന അതിൽ നിന്ന് പോരുന്നത് കൊണ്ട് ഞാൻ ബഹുദൈവമല്ല. അപ്പൊ അവരുടെ തൃത്വമല്ലേ ഈ പറയുന്ന അദ്ദേഹം പറയുന്നത്. ഈ പറയുന്ന നിക്യ എന്ന് പറയുന്ന സംഭവം ഒരു കാലത്ത് ബെന്തിക്കോസുകാർക്ക് ഇല്ലാതിരുന്ന ഒരു കാര്യമാണ് നിക്യ എന്ന് പറയുന്ന സംഭവം. ആരാണ് ദൈവം എന്ന് ചോദിച്ചാൽ യഹോവയാന്ന് പറയും, ചിലരോട് ചോദിച്ചാൽ യേശുവാണെന്ന് പറയും. ഇങ്ങനെയായിരുന്നു ബെന്തിക്കോസുകാരുടെ ഒരു പ്രശ്നം. പിന്നീട് അത് മാറി 3 ദൈവങ്ങളിലേക്കും 3 വ്യക്തികളിലേക്കും അവർ മാറ്റപ്പെട്ടത് വളരെ പെട്ടെന്നായിരുന്നു എന്നുള്ളതാണ് വളരെ സത്യകരമായ ഒരു കാര്യമാണ്. അപ്പം എലോഹിം എന്ന വാക്ക് ബഹുത്വത്തെ കാണിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വലിയ വസ്തുത എന്ന് പറയുന്നത്, അല്ലെ, അതായത് ക്രിസ്തു അപ്പോസ്തലന്മാരും ഉപയോഗിച്ചിരുന്ന സെപ്റ്റുജിന്റ് പരിഭാഷയിൽ നമ്മൾ കാണുന്നു തിയോസ് മോണോസ് എന്നും ക്രിസ്തുവും അപ്പോസ്തലന്മാരും സ്വന്തം വായ കൊണ്ട് അത് പഠിപ്പിച്ച കാര്യമാണ്, അല്ലെ? അതായത് മോണോസ്തിയോസ് എന്ന് പറയുന്നത്, മോണോസ്തിയോസിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു ദൈവം എന്നല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ദൈവം എന്നുള്ളതല്ല, ഒരേ ഒരു ദൈവം എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ദ വൺ
ആൻഡ് ഒൺലി ദ വൺ ആൻഡ് ഒൺലി ഗോഡ് എന്നാണ് അതിനെക്കുറിച്ച് നമ്മൾ കാണുന്നത്. അപ്പം 2 രാജാക്കന്മാരുടെ പുസ്തകം 19:15. അപ്പൊ ഇതൊക്കെ വായിക്കുന്നവർക്ക് മനസ്സിലാവും. 19:15, 2 രാജാക്കന്മാർ 19:19, യോഹന്നാൻ 5:44, 1 തിമോത്തിയോസ് 1:17, അവിടെയൊക്കെ ഇത് കാണുന്നുണ്ട് അല്ലെ. അപ്പം അവിടെ ഒന്നും ബഹുത്വമുള്ള ഏകനെന്ന് മലയാളത്തിൽ എഴുതിയിട്ടില്ല, ഇംഗ്ലീഷിൽ എഴുതിയിട്ടില്ല. അപ്പം ഈ സാധാരണക്കാർക്ക് ഈ എബ്രായും ഗ്രീക്കും അറിയത്തില്ലാത്തത് കൊണ്ട് അവര് എങ്ങനെയെങ്കിലും പറ്റിക്കാം എന്ന് വിചാരിച്ചാണ്, ഞാനിത് പഠിച്ചിട്ട് വന്ന ആളാണ്, അല്ലെങ്കിൽ ആരെങ്കിലും പഠിച്ചത് ഞാൻ എടുത്ത് പാടുകയാണ് അല്ലെ. അതാണ് ഇവിടെ സംഭവിച്ചു വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പം ഏകദൈവത്തിൽ ബഹുത്വമുണ്ട് എന്നാണ് നമ്മുടെ ചാണ്ടുപിള്ള പാസ്റ്റർ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അനേകം തൃത്തക്കാരായി, നമ്മുടെ അനിൽക്കൊടിത്തോട്ടം പാസ്റ്റർ, അതുപോലെ തന്നെ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അതിന്റെ നിരയിൽ ഇപ്പൊ ഒരാൾ കൂടി ഇതിനെ പഠിപ്പിക്കാനായിട്ട് ഒരാൾ കൂടി മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്നത്. അപ്പം എബ്രായ ഗ്രീക്ക് എല്ലാവർക്കും അറിയത്തില്ല, അതുകൊണ്ട് അവരെ എങ്ങനെയെങ്കിലും പറ്റിച്ച് കയ്യിലെടുക്കാം എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലെ. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യർക്ക് എഴുതുമ്പോൾ 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പീൻ എന്ന് പറഞ്ഞേക്കുന്നു അല്ലെ. അപ്പൊ ഇതൊരു തത്വജ്ഞാനമാണ്. അവരെ സംബന്ധിച്ച് ഒരു തത്വജ്ഞാനം ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ഒരു തത്വത്തിലാവുക എന്നുള്ളതാണ് പ്രധാനമായ കാര്യം. അപ്പൊ എബ്രായ ഗ്രീക്ക് അദ്ദേഹത്തിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആളുകൾക്ക് അറിയത്തില്ല. അപ്പൊ അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ പിടിച്ച് പറയാം, ആരോ എഴുതി വെച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അറിവുള്ളവർ അദ്ദേഹത്തെ കാണുമ്പോൾ തോളിത്തട്ടി പറയൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. തോളിത്തട്ടി ഒന്നും പറയാനായിട്ട് പോകുന്നില്ല. കാരണം ദൈവവചനത്തിലെ ദൈവം എന്താണ്? തിയോസ് മോണോസ് എന്നാണ് അപ്പോസ്തലന്മാര് പഠിപ്പിച്ചത് അല്ലേ. കർത്താവായ യേശു ക്രിസ്തുവും അത് തന്നെയാണ് പഠിപ്പിച്ചത്. അപ്പൊ അതിന് വിപരീതമായിട്ട് ആര് പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ, സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങി വന്ന് പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. പിന്നീട് സ്നാനത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. സ്നാനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവര് പറയുന്ന ഒരു കാര്യം, അപ്പോസ്തല പ്രവൃത്തികളിൽ അങ്ങനെങ്ങാണ്ട് പറഞ്ഞു പോയത് കൊണ്ട് അതാണെന്നാണ് പറയുന്നത്. യേശു ക്രിസ്തു പറഞ്ഞതാണ് അംഗീകരിക്കണമെന്ന്. അപ്പൊ യേശു ക്രിസ്തു പറഞ്ഞതാണ് അംഗീകരിക്കേണ്ടെങ്കിൽ ഞാനൊരു കാര്യം പാസ്റ്ററോട് ചോദിച്ചോട്ടെ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ വചനവിരുദ്ധം നടത്തിയിരിക്കുന്നത് പത്രോസാണ്. പത്രോസ് പലയിടത്തും പറഞ്ഞ് 2:38 യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് സ്നാനപ്പെടേണ്ടത്. ഏറ്റവും വലിയ കള്ളൻ നിങ്ങൾ പറയുന്നത് പത്രോസിനെയാണ് അല്ലെ. ഏറ്റവും കൂടുതൽ ശിക്ഷ അനുഭവിക്കേണ്ട പത്രോസാണ്. കാരണം പത്രോസാണ് തെറ്റിച്ചത് അല്ലെ. യേശുക്രിസ്തു പറഞ്ഞ കൽപ്പന എന്തുകൊണ്ട് പത്രോസ് ആവർത്തിച്ചില്ല അല്ലെ. അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ പത്രോസ് കള്ളനാണ്. പാസ്റ്ററുടെ ചിന്താഗതിയിൽ പത്രോസ് കള്ളനാണ്. അങ്ങനെയാണ് അതിന്റെ പൊരുള് പോകുന്നത്. അപ്പോ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനമായ കാര്യമുണ്ട്. ഒരു കാര്യം എന്ന് പറയുന്നത്, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് ഞാൻ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ചാണ്ടുപിള്ള പാസ്റ്റർ പറയുകയാണ് ഏകത്വത്തിൽ ബഹുത്വമുണ്ട്. അതുപോലെ തന്നെ സ്നാനത്തില് യേശുക്രിസ്തു പഠിപ്പിച്ച സ്നാനത്തിൽ നിങ്ങൾക്ക് എവിടെയാണ് നാമമുള്ളത്? നിങ്ങളുടെ തൃത്വത്തിൽ ഒരു നാമം ഉണ്ടോ? നിങ്ങളുടെ തൃത്വത്തിന്റെ പേര് എലോഹിം എന്ന ബഹുത്വമാണ്. അല്ലാതെ നിങ്ങൾക്ക് എന്ത് നാമമാ ഉള്ളത്? ഒരു നാമം പോലും നിങ്ങൾക്ക് പറയാൻ പോലും ഇല്ല. കാരണം നിങ്ങളുടെ ദൈവത്തിന്റെ പേരെന്താണെന്ന് നിങ്ങൾക്ക് നേരെ ചൊവ്വേ പറയാൻ കഴിയുന്നതേ ഇല്ല. ചോദിച്ചാൽ തൃത്വമാണെന്നും ട്രിനിറ്റി ആണെന്നും അതുപോലെ തന്നെ നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന മറ്റൊരു കാര്യം എലോഹിം എന്ന ബഹുത്വമാണ് നിങ്ങളുടെ ദൈവമെന്നും ദൈവങ്ങളാണ് സൃഷ്ടിച്ചതെന്നും നിങ്ങൾക്ക് പറയാൻ കഴിയത്തുള്ളൂ. അത് നിങ്ങളുടെ തെറ്റല്ല, നിങ്ങളുടെ അറിവില്ലായ്മയാണ് അല്ലേ. നാം നമ്മുടെ എന്നൊക്കെ പറയുന്നിടത്തൊക്കെ 2-എണ്ണം 3-എണ്ണം ഒക്കെ ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ബഹുമാന സൂചകമായിട്ട് പറയത്തില്ലെന്ന് പറയുന്നത്. പല ആളുകളും പറയുന്നത് എബ്രായിൽ ബഹുമാന സൂചകമില്ല. അപ്പൊ എബ്രായിൽ ആരെയും റെസ്പെക്ട് ചെയ്യത്തില്ല അല്ലെ. ആരും റെസ്പെക്ട് ചെയ്യത്തില്ല. ഇവരുടെയൊക്കെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ആരും റെസ്പെക്ട് ചെയ്യാറില്ല, ആരെയും ബഹുമാനിക്കാറില്ല എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്ന ഏറ്റവും വലിയൊരു കാര്യം. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ദൈവം പറയുകയാണ് നാം നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ നിർമ്മിക്കാം പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 2ഉം 3ഉം പേരുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യമാണത്? പണ്ട് ജോബിൻ ഭാഷ പറഞ്ഞ പോലെ, കാരണം ദൈവത്തിനകത്ത് 3 തീപ്പന്തങ്ങൾ കൂടിയ മനുഷ്യർ നിൽക്കുന്നെന്ന് പറഞ്ഞ പോലെയാണ്. ഇദ്ദേഹം അങ്ങനെയാണ് ചിന്തിച്ചു വെച്ചിരിക്കുന്നത്.
അദ്ദേഹം എവിടുന്നേലും പഠിച്ച് വായിച്ചതായിരിക്കാം. അപ്പോൾ അത് വെച്ചാണ് അദ്ദേഹവും ഇങ്ങനെ പറഞ്ഞങ്ങ് തകർക്കുന്നത്. അപ്പൊ എന്ത് തന്നെയായാലും വളരെ തെറ്റായ ഒരു പഠനമാണ് പാസ്റ്റർ പഠിപ്പിച്ചെന്നുള്ള കാര്യം ഇവിടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോകൾ നിങ്ങൾ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.